لحضرة سيدنا مصطفى محمد صلى الله عليه وسلم سيدنا وشيخنا وسندنا تقييدنا على الدارم القادر رضي الله عنه شيخنا ابن عطاء الله السكندري رضي الله عنه وفقنا لزيارته جميع مشايخنا واساتذتنا واستاذ الاساتذة وقمر العلماء وتاج العلماء رضي الله عنهم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. മഹാനായ മുസന്നിഫ് റഹിമഹുല്ലാഹ് നമ്മളിലേക്ക് നീ തരാൻ പോകുന്ന ഹിക്മത്ത് അൽ ഹിക്മത്തു സാനിയത്തു വൽ അർബഊൻ 42ാമത്തെ ഹിക്മത്താണ്. ഈ റമദാൻ ശരീഫൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് കൂട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട്. നോക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ തലബ് ചെയ്യുന്ന ആൾ ഇദാ തലബത്തൽ ഹഖ്ഖല്ലദീ ലം ഫികാക ലക അൻഹു, നിനക്ക് ആ അല്ലാഹുവിനെ തൊട്ട് മുറിഞ്ഞു പോകാൻ പറ്റില്ല. വറഹൽത ഇലൈഹി, അല്ലാഹുവിലേക്ക് നീ വാഹനം തേടി പോയി, നീ വാഹനം കയറിയാല് ഇനി എന്ത് വേണം? ഫത്തുലുബ് മഅരിഫത ദാത്തിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്തിനെ അറിയുക എന്നതിനെ തേടണം. ലാ സഖാലിഫ ജന്നാത്തിഹി, അവന്റെ സ്വർഗത്തിന്റെ പളപളപ്പുകളൊന്നും തേടണ്ട. ഇത് ഹിയ, സ്വർഗം, കൗനും മിൻ മുക്കവ്വനാത്തിഹി, അല്ലാഹുവിന്റെ മുക്കവ്വനാത്തുകളിൽ നിന്നും, അല്ലാഹു സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളിൽ നിന്നും ഒന്നാണ് സ്വർഗം. അതല്ലേ വമാ മഖ്സൂദുഹും ജന്നാതു അദ്നി വലൽ ഹൂറുൽ ഹിസാലു വലൽ ഖിയാമാ. അങ്ങനെ ഒരു പാട്ടുമല്ലേ ഈ ഷാദിരിക്കാരൊക്കെ ഇങ്ങനെ പാട്ട് പാടാം. وما مقصودهم جنات عدن سوى نظر അങ്ങനല്ലേ. എനിക്കതിനെ പറ്റി അറിയില്ല. ഈ ഷാദിലിക്കാരൊക്കെ പാടുന്നല്ലേ അങ്ങനെ. വലൽ ഹൂറുൽ ഹിസാലു വലൽ ഖിയാമാ. അതുകൊണ്ട് അല്ലാഹു തആലയിലേക്ക് യാത്രയാകുന്നവൻ, അവിടെ വാഹനം കയറിയവൻ അവനെ മാത്രം തേടുക. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമ. ലാ തർഹൽ മിൻ കൗനിൻ ഇലാ കൗനിൻ, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് പോകണ്ട, ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകണ്ട. അങ്ങനെ പിന്നെ ഈ കഴുതകൾ കറങ്ങുന്ന അതിൽ കറക്കം വരും. ഫതകൂന, അപ്പം നീയാകും കഹിമാനിർ റഹായസീർ, റഹയിലെ കഴുതയെപ്പോലെ ഇങ്ങനെ നടക്കുന്നവനാണ്. വല്ലദിർതഹല ഇലൈഹി ഹുവല്ലദിർതഹല അൻഹു വലാകിൻ ഇർഹൽ മിനൽ അക്വാൻ ഇലൽ മുകവ്വിൻ وأن إلى ربك المنتهى. ഒരു കൗനിൽ നിന്നും മറ്റൊരു കൗനിലേക്ക് പോകണ്ട. മനിൻഖതഅ ഇലല്ലാഹി കഫാഹു കുല്ല മുഅനത്തിൻ, അല്ലാഹുവിലേക്ക് മുറിഞ്ഞിറങ്ങിയ പിന്നെ അല്ലാഹു അവനെല്ലാം മതിയാക്കി കൊടുക്കും. വറസഖഹു മിൻ ഹൈഥു ലാ യഹ്തസിബു, അള്ളാഹു അവൻ ഉദ്ദേശിക്കാത്ത രീതിയിൽ അള്ളാഹു അവൻ ഇഷ്ടം പോലെ കൊടുക്കും. അപ്പൊ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് തേടല് അള്ളാഹു അല്ലാത്ത ഒന്നിനെ തേടലാണ്. അള്ളാഹുലേക്ക് അങ്ങ് പോകണം. മഹാനായ ഇഖാദുൽ ഇമാമിൽ പറയുന്നു, അർറഹീലു മിനൽ കൗനി ഇലൽ കൗൻ
ഒരു കൗനിൽ നിന്നും മറ്റൊരു കൗനിലേക്ക് പോകൽ വറഹീലു മിനസ്സിവ ഇലാ തൊലബിസ്സിവ, അള്ളാഹു അല്ലാത്ത ഒന്നിനെ തേടുന്നതിൽ നിന്നും അള്ളാഹു അല്ലാത്ത ഒന്നിലേക്ക് തേടലാണ്. അതാണ് പറഞ്ഞത്. എന്തോ ഏതൊന്നിലേക്കാണോ നീ ഇർത്തിഹാല് ചെയ്തത് ആ ഒന്ന്, വല്ലതിർത്തിഹാലു ഏതൊന്നിനെ തൊട്ടാണോ നീ ഇർത്തിഹാല് പോയത് അതാണ്. അതായത് ഇപ്പൊ നീ നിൽക്കുന്നത് അല്ലാഹു തആല ഒന്ന് അല്ലാത്തതിനാണ്. അപ്പൊ പിന്നെ വീണ്ടും വേറൊന്നിലേക്ക് പോകുന്നതും അത് അല്ലാഹു തആല ഒന്നല്ലാത്തതിലേക്കാണ്. അപ്പൊ നീ പോകേണ്ടത് എവിടെയാ പോകേണ്ടത്? പോകേണ്ടത് നിന്റെ യാത്രയുടെ ലക്ഷ്യം, നിന്റെ യാത്രയുടെ മഖ്സിദ് വമാ മഖ്സൂദുഹും ജന്നാത്തു അദ്നിൻ വലൽ ഹൂറുൽ ഹിസാൻ വലൽ ഖിയാമ സിവാ നദറിൽ, അല്ലേ? അങ്ങനെ തന്നെ അല്ലാഹു തആലയുടെ ദാത്തിനെ ദർശിക്കുക. വദാലിക കമൻ സഗദ ഫിദ്ദുനിയ, ദുനിയാവിൽ നിന്നും സുഹുദായി വൻഖതഅ ഇലല്ലാഹ്, അല്ല അല്ലാഹുവിലേക്ക് മുറിഞ്ഞു പോകണം. അതാണ് അതിന്റെ മഅന. ദുനിയാവിൽ നിന്ന് നമ്മൾ പരിത്യജിച്ചു. ആഖിറത്തിൽ സ്വർഗം കരുതിയാലും അതും വേറൊരു കൗനാണ്, അതും അല്ലാഹു അല്ലാത്ത ഒന്നാണ്, അതും വേണ്ടാന്ന് പറഞ്ഞത്. അതാ ഫമാ മഖ്സൂദുഹും ജന്നാത്തു അദ്നിൻ വലൽ ഹൂറുൽ ഹിസാൻ വലൽ ഖിയാം. പട്ടാളം മൂപ്പര് ഒരു ദിവസം പറഞ്ഞു, എന്തുവാടേ സ്വർഗം? എന്ത് സ്വർഗം? സ്വർഗത്തിൽ പോയ കുറെ കള്ളും കുടിച്ച് പെണ്ണും കുടിച്ച് അവിടെ കിടക്കാമെന്നല്ല, എന്താണ്? അതാണ് നമ്മുടെ ആവശ്യം. നമ്മുടെ ആവശ്യം അല്ലാഹു തആലാനെ കാണലല്ലേ, ദർശിക്കലല്ലേ എന്നൊക്കെ ഒരു പറയുന്നുണ്ട്. അപ്പൊ അതാണ് യത്ലുബു ബിദാലിക റാഹത ബദനിഹി വ ഇഖ്ബാല ദുനിയ അലൈഹി. അതുകൊണ്ട് തന്നെ അവന്റെ എല്ലാ വിഷയത്തിനും അല്ലാഹു പരിഹാരം കാണും. അവനൊരു വിഷയവും അറിയണ്ട. മൻകാനത്തിൽ ആഖിറത്തു നിയ്യതഹു ജമഅ അല്ലാഹു അലൈഹി അംറഹു വജഅല ഗിനാഹു ഫീ ഖൽബിഹി വഅതത്ഹു ദുനിയാ വഹിയ സാഗിറത്തുൻ. ദുനിയാവ് വളരെ നിസ്സാരമായ രീതിയിൽ നിന്നിലേക്ക് വന്ന് ചാടിക്കൊള്ളും. പക്ഷെ നിന്റെ ആഖിറമാകണം നിന്റെ നിയ്യത്ത്. ആഖിറം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയെ ദർശിക്കുക. എന്നാൽ അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും നിന്റെ മേൽ ജമ്മി ചെയ്ത് ചെയ്തു. അല്ലാഹു നിനക്ക് നിന്റെ ഖൽബിൽ ഗിനാ തരും, ഐശ്വര്യം തരും. ദുനിയാവ് വന്നുകൊണ്ടിരിക്കും. വഹിയ സാഗിറത്ത് എന്താണ്? അപ്പൊ അതൊന്നും വേണ്ട. അപ്പൊ ദുനിയാവ് അല്ലാഹു തആലയിലേക്ക് മുറിഞ്ഞ് പോകാൻ കരുതുന്നവൻ അത് മാത്രമേ കരുതാവൂ. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ശരീരത്തിന് റാഹത്തുണ്ടാവുമല്ലോ, പിന്നെ ദുനിയാവും കിട്ടുമല്ലോ, അതുകൊണ്ട് നമുക്ക് ഇവിടെ കുത്തിരിക്കാം. അങ്ങനെ ആകാൻ പാടില്ല. അങ്ങനെ പിന്നെ ദുനിയാവിനുള്ള ചിന്തയായി ശരീരത്തിന് റാഹത്ത് കൊടുക്കുക എന്നുള്ള ചിന്ത, അതല്ലോ, അങ്ങനെ ആകാൻ പാടില്ല. അങ്ങനെ തന്നെ കമൻ സഗദ ഫീഹാ ബിതലബിൽ ഖുസൂസിയ്യ, ഒരു പ്രത്യേകത കിട്ടണം നമുക്ക്. ആ രീതിയിൽ വേണ്ടി അതിനെ തേടുന്നവരും ഇഖ്ബാലുൽ ഖൽഖി വൽ ഇസ്സി വ തർബിയത്തിൽ മഹാബത്തി, നമ്മളെ കാണുമ്പോൾ 10 പേര് പേടിക്കണം. ഇതൊക്കെയാകുമ്പോ അല്ലാഹു തആല അല്ലാത്ത ഒന്നിലേക്ക് ചായലായി. ദുനിയാവിൽ പരിത്യാഗിയായതെന്താ? കറാമത്തിനെ അന്വേഷിച്ചുകൊണ്ടും ഖൽഖുല്ലാദാത്തൊക്കെ എന്റെ കയ്യിൽ നിന്നും ഉണ്ടാകണം. അങ്ങനെയാണ് ഞാൻ പരിത്യാഗിയായെങ്കിൽ അതും ഒരു വാഹനത്തിൽ നിന്നും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊന്നിലേക്ക് പോകലാണ്, അല്ലാഹുവിലേക്ക് പോകാനാവുകയില്ല. അർറഹീലു മിനൽ കൗൻ ഇലൽ കൗൻ ഹുവ അർറഹീലു മിനസ് ശിവ ഇലാ തലബിസ് ശിവ. അതിന്റെ മഹാനവറുകൾ പറഞ്ഞു, ദുനിയാവിൽ പരിത്യാഗിയായി അല്ലാഹുവിലേക്ക് മുറിഞ്ഞിറങ്ങി. പക്ഷെ അവന്റെ ഉദ്ദേശം എന്തുവാ? അതുകൊണ്ട് ശരീരത്തിന് റാഹത്തുണ്ടാവുക എന്നതോ ദുനിയാവ് അവനിലേക്ക് വരിക എന്നുള്ളതോ ആയാൽ അത് ഒരു കൗനിൽ നിന്നും മറ്റൊരു കൗനിലേക്ക് പോകാനാണ്, അല്ലാഹുവിലേക്ക് പോകാനാവുകയില്ല. അതല്ലെങ്കിൽ ഞാൻ പരിത്യാഗിയായത്, സുഹൃത്തിന്റെ ആൾക്കാരായത്, അവരുടെ പട്ടികയിൽപ്പെടുന്നത്, എനിക്ക് കുറച്ചൊരു ഖുസൂസിയത്തൊരു പ്രത്യേകത വേണം, ജനങ്ങളൊക്കെ എന്റെ അടുക്കൽ വരണം, എനിക്ക് കുറച്ചൊരു ഉന്നതി വേണം, എന്റെ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകണം, ജനഹൃദയത്തിൽ എന്നെപ്പറ്റിയൊരു ഭയം വേണം
എന്ന രീതിയിലായാലും, അല്ലെങ്കിൽ ദുനിയാവിൽ പരിത്യാഗിയായി കുറെ ഇബാദത്തൊക്കെ എടുത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് കുറെ കറാമത്തുണ്ടാകണം, എനിക്ക് കുറെ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം, മനസ്സിലായില്ല. അതല്ലെങ്കിൽ അവൻ പരിത്യാഗിയായത് നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് കുറെ മണിമാളികകൾ വേണം, അതേ പ്രകാരം ഹൂർലിങ്ങളും വേണം. ഇതെല്ലാം ഇങ്ങനെയുള്ള ആ രീതിയിലുള്ള പരിത്യാഗം ഫഹാദാ കുല്ലുഹു റഹീനും മിൻ കൗനിൻ ഇലാ കൗൻ. അത് ഒരു കൗനിൽ നിന്നും മറ്റൊരു കൗനിലേക്ക്, ഒരു ലോകത്തു നിന്നും മറ്റൊരു ലോകത്തേക്ക് പോയെന്നല്ലാതെ അല്ലാഹുവിലേക്ക് എത്തിയിട്ടില്ല എന്നതിന്റെ മാന. ഫമിസാലു, അതിന്റെ ഉദാഹരണം കഹിമാരി ത്വാഹൂനത്തി യസീറുൻ ലൈല വന്നഹാറ വഹുവ ഫീ മൗദിഇഹി. ആസിൻകല്ല്, ആട്ടിൻകല്ല്, ആസിൻകല്ല് എന്നൊക്കെ പറയും. പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ, ചെക്കിനകത്ത് ഇങ്ങനെ കഴുത ഇങ്ങനെ കറങ്ങും. കറങ്ങിയാലും ആദ്യം കറങ്ങി എവിടെ നിന്നാണോ അവിടെ പോയി തന്നെ നിൽക്കുന്നത്. കറങ്ങി എവിടെ നിന്നെന്ന് വെച്ചാൽ ആദ്യം തുടങ്ങിയിട്ട് തന്നെ പിന്നെ നിന്ന്. അഥവാ പരിത്യാഗിയായത് എന്തിനു വേണ്ടി? ദുനിയാവിന്റെ ചില ആർഭാടങ്ങൾക്ക് വേണ്ടിയോ, ആഖിറത്തിന് വേണ്ടിയിട്ടോ, ഹൂറുൽ ഹിസാന് വേണ്ടിയിട്ടോ, മണിമാളികൾ ഉണ്ടാകണമെന്നത് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഖർഖുല്ലായത്തിന് വേണ്ടിയിട്ടോ, ഇതെല്ലാം ലോകത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഒരു ലോകത്തിൽ നിന്നും മറ്റൊരു ലോകത്തേക്ക് പോയി എന്നല്ലാതെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുദ്സിയായ അവന്റെ സ്ഥാനത്തിൽ അവൻ അല്ലാഹുവിനെ കാണാൻ അവൻ എത്തുന്നതല്ല. ഇങ്ങനെയുള്ള ആരാധനകളും ഇങ്ങനെയുള്ള ആവശ്യങ്ങളും അവന്റെ മനസ്സിലുണ്ട് എങ്കിൽ അവന്റെ ഹിമ്മത്ത് എന്തായി? അവന്റെ നഫ്സിന്റെ ഹല്ലായി. ഫഹാലുഹു ഹാലു ഹിമാരി സാഖിയത്തി ഫി സൈരി ദായിമൻ. എന്നും നടക്കുന്ന കഴുതയെ പോലെയാണ്, നടന്നിട്ട് തന്നെ പിന്നെ വമാസാദ, അതേറ്റുകയില്ല, ഇല്ല നഖ്സൻ മഅതഅം, ഇഷ്ടം പോലെ പ്രയാസം സഹിക്കാമെന്നല്ലാതെ വേറൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് മഹാനായ അബുൽ ഹസൻ ശാദിലി തങ്ങൾ പറഞ്ഞു, ഖിഫ് ബിബാബിൻ വാഹിദ്, ഒറ്റ ബാബിൽ നിൽക്ക്. ലിതഫത്തഹ ലക്കൽ അബ്വാബ്. മനസ്സിലായില്ലേ? تفتح لك الأبواب واخضع لسيد واحد. قف بباب واحد لا لتفتح لك الأبواب. കുറെ വാതിലുകൾ നിനക്ക് തുറന്നു തരാൻ വേണ്ടിയിട്ടല്ല ഒറ്റ വാതിൽക്ക് നിൽക്കൽ എന്ന് പറഞ്ഞത്. കുറെ വാതിലുകൾ ഉണ്ടാകട്ടെ, ഇങ്ങനെ പഠിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും, അത് അങ്ങനൊന്നും വേണ്ട, ഒറ്റ വാതിൽ നിൽക്കട്ടെ. എന്നാൽ വേറെ ഒരുപാട് വാതിലുകൾ എന്നിലേക്ക് തുറന്നു വരും. മറ്റുള്ളവരൊക്കെ എനിക്ക് ഖുദൂ ചെയ്യണം എന്ന് കരുതിക്കൊണ്ട് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഖുദൂ ചെയ്യണ്ട. എന്നാൽ അങ്ങനെ ചെയ്യാതിരുന്നാൽ, മറ്റുള്ളവരെ കരുതിക്കൊണ്ടല്ലാത്ത ഖുദൂ ആണ് എങ്കിൽ തൻഖദിഉ ലക റിഖാബ് വഇൻ മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനു. അതുകൊണ്ട് നിന്റെ ഹിമ്മത്ത് മുഴുക്കയും മലിക്കുൽ മജീദായ അല്ലാഹുവിലേക്ക് മാത്രം നീ ഉയർത്തുക മോനെ. فينبغي لك أيها المريد أن ترفع همتك إلى الملك المجيد فترحل من رؤية الأكوان إلى طلب شهود الملك الديان. فذلك لو ترحل من الدليل والبرهان إلى رتبة الشهود والعيان وإن إلى ربك المنتهى. الله അതാണ് പറഞ്ഞത്. لا ترحل من كون إلى كون فتكون كحمار الرحى يسير والمكان الذي ارتحل إليه هو الذي ارتحل منه ولكن ارحل من الأكوان إلى المكون. ഈ കൗനുകളിൽ നിന്നെല്ലാം മുക്കവ്വിനായ അല്ലാഹുവിലേക്ക് യാത്ര തിരിക്കും. وأن إلى ربك المنتهى. ഇനി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ചിന്തിച്ചു നോക്ക്. വന്നുർ ഇലാ ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം